ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അച്ഛൻ, സെക്രട്ടറി, ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ സമുദായ നേതൃത്വത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബന്ധപ്പെട്ടതുപോലെ ബലഹീനരായ ഞങ്ങളിൽ ചിലവരെയും ബന്ധപ്പെട്ടു. അസോസിയേഷൻ അംഗം എന്ന നിലയിൽ, അല്ലെ മറുവിഭാഗത്ത് നിൽക്കുന്ന അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങളെ ചിലവരെ ബന്ധപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യം അസോസിയേഷനെ അറിയിക്കുവാൻ എനിക്ക് അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് ഈ സഭയിൽ സമാധാനം ഉണ്ടാകണമെന്നാണ് എന്നെ പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. കാരണം ഈ സഭ ഒന്നായി പോയി പരിശുദ്ധ പത്രികീസ് ബാവയുടെ കീഴിൽ സമുദായ മെത്രാപ്പോലീത്തയുടെയും മേഖലാ മെത്രാപ്പോലീത്തന്മാരുടെയും ചേർന്ന പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി പോയാൽ മാത്രമേ ഈ സഭയ്ക്ക് ഇനി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാര്യം ഒരു രാജ്യത്തോട് തന്നെ മത്സരിച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇന്ന് ഭവനങ്ങളിൽ തർക്കങ്ങളാണ്, ഇന്ന് വ്യക്തികൾ തർക്കങ്ങളാണ്, സഹോദരങ്ങൾ കണ്ടാൽ മിണ്ടില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഞങ്ങളെയും ശ്രേഷ്ഠ കാതോലിക്ക ബാബ ബന്ധപ്പെട്ടു, പലതവണ ഫോണിൽ സംസാരിച്ചു. ഞങ്ങൾ ഒരു 2-3 അസോസിയേഷൻ മെമ്പർമാരും 2 വൈദികരും 2-3 മുൻ ഭാരവാഹികളും അദ്ദേഹം ലെബനോനിൽ പോകുന്നതിന് മുമ്പ് കണ്ട് അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചു. വളരെ വ്യക്തമായി ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അവിടെ പറഞ്ഞത്, ഈ സഭയിൽ സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഏത് വിട്ടുവീഴ്ചയും മേഖലാ മെത്രാപ്പോലീത്തന്മാരുടെ ഭാഗത്തു നിന്ന് ഡിഗ്നിഫൈഡ് ആയിട്ട്, ആ വാക്കാണ് ഞങ്ങൾ അവിടെ ഉന്നയിച്ചത്. സഭയിൽ ആരെയും തോൽപ്പിക്കുവാനോ ആരെയും ഇല്ലാതാക്കുവാനോ, ഒരാളെ തോൽപ്പിക്കുവാനോ ഒരാളെ ഇല്ലാതാക്കുവാനായിട്ടല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഡിഗ്നിഫൈഡ് സെറ്റിൽമെന്റ് ബാവ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയാൽ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാണ് ഞങ്ങൾ 6-7 പേര് പോകുന്നത്. അതിനുശേഷം ഇങ്ങനെയുള്ള ആശയം വന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സെക്രട്ടറി ഔദ്യോഗികമായിട്ട് അറിയിച്ചതായിരിക്കും. എന്നാൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സേവർ സിനിമേനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നൊന്നും ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇവിടെ ഒരു സമവായമുണ്ടായി. അത് നമ്മൾക്കറിയാം, 100 പേര് കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ ഒരു വിഷയം തീരില്ല. വളരെ ചെറിയ ചർച്ചകൾ. ഞാനൊരു ദിവസം ഇവിടെ സമുദായ സെക്രട്ടറിയോട് പേഴ്സണലായിട്ട് ഈ വിഷയങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ജ്ഞാനായ കമ്മിറ്റി അല്ലെ വൈദിക കൗൺസിൽ ഈ സഭയുടെ ഔദ്യോഗിക ബോഡിയാണ്. അതിനെ ഞാൻ തൃണവൽക്കരിച്ച് കാണുന്നില്ല. അപ്പോൾ മെത്രാപ്പോലീത്തന്മാരെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ജ്ഞാനായ കമ്മിറ്റി എല്ലാവരും ഒരു മെത്രാപ്പോലീത്തയുടെ കൂട്ടറുള്ള ആളാണ്, അല്ലെങ്കിൽ വൈദിക കൗൺസിൽ നിങ്ങൾ ഔദ്യോഗിക ഭാരവാഹികളാണ്, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ സെക്രട്ടറിയോട് സെമിനാരിൽ വന്ന് പറഞ്ഞതാ. എന്നോടൊപ്പം 2-3 അസോസിയേഷൻ മെമ്പർമാരും ഉണ്ടായിരുന്നു. നിങ്ങൾ വൈദിക കൗൺസിലും ജ്ഞാനായ കമ്മിറ്റിയും മെത്രാപ്പോലീത്തന്മാരും ഞങ്ങളെയും അസോസിയേഷനിലുള്ള 2-3 പേര് 2-3 മറുഭാഗത്തുള്ള വൈദികരെയും കൂടെ വിളിക്കുക, നമുക്ക് ഒരുമിച്ചിരിക്കാം. അപ്പം നിങ്ങൾ സേവറിയോസ് സിനിമേനി എന്തുകൊണ്ടാണ് മേഖലാ മെത്രാപ്പോലീത്തന്മാരോട് തന്നെ ഇരിക്കാത്തത്? കാര്യം അദ്ദേഹം ഒരു വ്യക്തിയും മറ്റൊരു 3 ഒരുമിച്ചായി പോകുമെന്നുള്ള പ്രശ്നമാണ്. അതേ പ്രശ്നം മേഖലാ മെത്രാപ്പോലീത്തന്മാർക്കുണ്ട്. അവർ 3 പേരും നിങ്ങൾ 10-20 പേരും ഇരിക്കുമ്പോൾ അവർ 3 പേരും തന്നെയാകത്തില്ലേ? അതിന് പകരം ഞങ്ങളെ കുറച്ച് പേര്, ഞങ്ങളും ജയിച്ചു വന്ന അസോസിയേഷൻ മെമ്പർമാരാണ്, 2-3 വൈദികരും മുൻ ഭാരവാഹികളെ ആരെയും ക്ഷണിക്കണ്ട. അപ്പൊ 10-30 പേരോ ഇരുന്ന് സംസാരിച്ച് അതിൽ ഒരു 5-6 പേരെ മെത്രാപ്പോലീത്തന്മാരും വേണ്ട, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, നെഗോഷിയേറ്റ് ചെയ്യുക, വിഷയങ്ങൾ പറഞ്ഞെടുക്കാൻ. ഞാൻ ലെബനോനിൽ പരിശുദ്ധ കാതോലിക്ക ബാവായുടെ സ്ഥാനാരോഹണത്തിൽ പോയപ്പോൾ പരിശുദ്ധ ബാവായോട് പേഴ്സണലായിട്ട് സംസാരിച്ചതാണ്. എന്നോട് പരിശുദ്ധ പത്രികീസ് ബാവ പറഞ്ഞത്, നിങ്ങൾ അവിടെ എന്ത് സെറ്റിൽമെന്റ് ഡിഗ്നിഫൈഡ് ആയിട്ട് എടുത്താൽ എനിക്ക് എന്താണ് പ്രശ്നം, അതിനോട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പരിശുദ്ധ ബാവ എന്നോട് പറയുന്നത്. പക്ഷേ അവിടെ നമ്മുടെ വാശികളൊക്കെ വിട്ട്, 2 കൂട്ടരുടെയും വാശികളൊക്കെ വിട്ട് മനസ്സോട് ചേരാനായി ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഫോർ ദ സേക്ക് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒരു ചർച്ച നടത്തി ഈ വിഷയം പരിഹരിക്കാൻ ഈ അസോസിയേഷൻ സേവർ സിനിമന് മാറി നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മറ്റൊരു മാറി നിൽക്കണ്ട. ഇവിടെ നിന്ന് ഈ യോഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് സാധിക്കുമെങ്കിൽ എടുക്കുക ഒരു 2-3 വ്യക്തികളെ നിങ്ങൾ കോപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ജ്ഞാനായ കമ്മിറ്റിയിൽ 4 പേരെ നമുക്ക് ആദ്യം മുതലിരുന്ന് സംസാരിക്കാം. ഇങ്ങനെ ഇരുന്ന് ഈ ഒരു യോഗത്തിൽ സംസാരിച്ചാൽ വിഷയങ്ങൾ തീരുമോ? ഏതെങ്കിലും ഒരു ഭവനത്തിലെ വിഷയങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പറഞ്ഞാൽ തീരുമോ? വ്യത്യസ്തമായ വികാര പ്രകടനങ്ങൾ പലർക്കും ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്നെടുക്കും. ഇവിടെ മലേഷ്യയിലച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ആശയം. ഞാനത് വീണ്ടും ആവശ്യപ്പെടുകയാണ്. നിങ്ങളിൽ 5 പേര്, നമുക്കൊരു 3 വൈദികരെ ഈ യോഗത്തിൽ നിന്ന്, ഒരു 3-4 അസോസിയേഷൻ മെമ്പർമാരെ നമുക്ക് ഒരു 5-8 ദിവസം ഇരിക്കാം, ഒരു എങ്ങനെയാണെന്ന് തീർക്കാം. എന്നിട്ട് നമുക്ക് മെത്രാപ്പോലീത്തന്മാരെ കാണാം. മാന്യമായ 10 എണ്ണത്തിൽ 5 എണ്ണം വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു ഭാഗം തയ്യാറാണെങ്കിൽ വിഷയം തീർക്കരുതോ? നമ്മൾ വിഷയം തീർത്ത്, പരിശുദ്ധ ബാവ അതാണ് പറയുന്നത്, നിങ്ങൾ വിഷയം തീർത്ത് വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നു. കാതോലിക്ക ബാവയുടെ മധ്യസ്ഥ നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് വ്യക്തിപരമായ തിരക്കുകളുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിസന്നിഗ്ധമായി പറയുന്നു, ഞങ്ങൾ കണ്ടവരാരും സേവർ സിനിമയെ മാറ്റി നിർത്തണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിഗ്നിഫൈഡായി ഈ സഭയുടെ വിഷയങ്ങൾ തീർക്കുവാൻ ഞങ്ങൾ സർവ്വം തയ്യാറാണ്. അതിന് എല്ലാ സഹകരണം തരുമെന്ന് മാത്രമാണ് ഞങ്ങൾ 5-6 പേര് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി,
ഇപ്പം ശ്രീ റീബുവിൻ്റെ ലഘു സംസാരത്തിൽ നിന്നും ഒരു മഞ്ഞുരുകി വരുന്ന ഒരു സംവിധാനം സംജാതമാകുകയാണ്. അദ്ദേഹം പറഞ്ഞ വളരെ കാര്യമാത്ര പ്രസക്തമായൊരു കാര്യമാണ്. മൂപ്പിളമ തർക്കങ്ങളെല്ലാം മാറ്റി എല്ലാം വിട്ടുവീഴ്ചയോടുകൂടി ഒരു ഡിഗ്നിഫൈഡ് ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ഒരു ചർച്ചകൾ നടത്തി. എൻ്റെ ഒരു അഭിപ്രായം, ട്രസ്റ്റി സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, മുൻ ട്രസ്റ്റി സെക്രട്ടറിമാരെ അവരെ വിളിച്ചിരുത്തി ഒന്നുകൂടെ ചർച്ച ചെയ്ത് ഇത് സമാധാനപരമായി തീർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളും ഞങ്ങളുമല്ല, നമ്മൾ ഒന്നായി തീരുവാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെയുള്ള നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെല്ലാം കൃതാർത്ഥരാണ്, അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഇത് പറയുന്നതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ അസോസിയേഷൻ തിരഞ്ഞെടുത്തവരാണ് ജ്ഞാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും. ഈ വൈദിക കൗൺസിലിനെയും ജ്ഞാനായ കമ്മിറ്റിയെയും കഴിഞ്ഞ പ്രാവശ്യത്തെ ജ്ഞാനായ അസോസിയേഷൻ ചുമതലപ്പെടുത്തിയതാണ് ആദ്യം സഹായമെത്രാച്ചന്മാരെ വിളിച്ച് ഇവിടെ ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ ഒരു സഹായമെത്രാച്ചന്മാരല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ അവരല്ലേ ഇതിന്റെ പ്രതികൾ, അല്ലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് നിൽക്കുന്നത്. ഇപ്പം സമുദായം ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ നിന്ന് ഞാനിപ്പോൾ അതിനകത്തോട്ട് പോകുന്നില്ല, അങ്ങനെ കൂടുന്നവരുമായിട്ട് ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജ്ഞാനായ കമ്മിറ്റി ഉണ്ട്, ഈ വൈദിക 3 സഹായമെത്രാച്ചന്മാരും വൈദിക കൗൺസിലുണ്ട്, വൈദിക കൗൺസിൽ അച്ഛന്മാരുണ്ട്. ഇവർക്ക് ഒരുമിച്ച് കാതോലിക്ക ബാബയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരാളുടെ മധ്യസ്ഥത കേൾക്കട്ടെ, അതിനെന്താ കുഴപ്പം? ഒരാളുടെ പറയുമ്പോഴല്ലോ, നമ്മൾ നേരിട്ടിരുന്ന് പറയുമ്പോൾ അത് ഇതിലും വലിയൊരു വഴക്കിലോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് ഒരു മധ്യസ്ഥൻ പറയട്ടെ. അങ്ങനല്ലല്ലോ, സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നതിലും നല്ലത് നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഇത്രയുമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം റീബു പറഞ്ഞു, ആ കാതോലിക്ക ബാബ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ബാബായോട് തന്നെ പറ, ഇന്ന കാര്യങ്ങൾ മതി, സമുദായ മെത്രാപ്പോലീത്ത മാറി നിൽക്കണ്ട, അതിൽ നിന്നുകൊണ്ട് തന്നെ എന്നുള്ളത്. അങ്ങനൊരു ഇതാതെ നേരെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്ന കുറെ ആൾക്കാർ, ഇങ്ങേപ്പുറത്തെ ആൾക്കാരും കൂട്ടിരുന്ന് വലിയൊരു കോംപ്ലിക്കേഷൻ പോകാതെ ഇപ്പൊ ഏതായാലും കാതോലിക്ക ബാബ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് തന്നെ ഈ അഭിപ്രായം നിങ്ങൾ മാറി നിൽക്കണ്ട. അപ്പൊ നമുക്ക് അവിടെ വെച്ച് നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ്, ഇത്രയും കേസുകളും അത് അവിടോട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് കാതോലിക്ക ബാബയുടെ ഒരിക്കൽ നിങ്ങൾ പോയെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ടത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല? ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോയി, ഞാൻ കാതോലിക്ക ബാബ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ പറയുന്ന ആ കാര്യങ്ങൾ പറയുന്നില്ല. അവർ ഒരു ഇൻട്രസ്റ്റ് കാണിയിര്, നിങ്ങൾ ചെന്നിട്ട് അങ്ങനെയാണല്ലോ ഇത് മഞ്ഞുരുന്നത്. അല്ലാതെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞു വഴക്ക് കൂടുതൽ മൂർച്ഛിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരിക്കൽ എഴുതി കൊടുക്ക്, ഞങ്ങളും എഴുതി കൊടുക്കാം. എന്നാ നിങ്ങളത് പറ, നിങ്ങളത് അവിടെ പറ. അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരത്തില്ല. അദ്ദേഹം ഇത് പാത്രികീസ് ബാബ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമാണ്. പാത്രികീസ് ബാബ വേണം ഇതിനകത്ത് മുൻകൈ എടുക്കാൻ. അപ്പൊ പാത്രികീസ് ബാബ മുൻകൈ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, പാത്രികീസ് ബാബ പറഞ്ഞത് നിങ്ങൾ ഇവിടെ എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന്. അപ്പൊ നിങ്ങളത് പാത്രിക ബാബയോട് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിരുന്ന് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം, നേർക്ക് നേർ ഭയങ്കര ശത്രുത വരാതെ അങ്ങനെ ചർച്ച ചെയ്യാം.